സാറ്റലൈറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ തൃക്കരങ്ങോട്ട് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. പുതിയ വൈസ് പ്രസിഡന്റ് CPM-ലെ KK ജനാർദ്ദനൻ. തിരഞ്ഞെടുക്കപ്പെട്ടത് ലീഗ് മെമ്പറുടെ വോട്ട് അസാധുവായതിനെ തുടർന്ന്. വിവാദങ്ങൾക്കൊടുവിൽ തൃക്കരങ്ങോട്ട് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. പുതിയ വൈസ് പ്രസിഡന്റായി KK ജനാർദ്ദനനെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് K ജയപ്രകാശ് ബാബു രാജിവെച്ച സ്ഥാനത്തേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. അതേസമയം ലീഗ് മെമ്പറുടെ വോട്ട് അസാധുവായതാണ് CPM-ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ കാരണം. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് തൃക്കരങ്ങോട് വൈസ് പ്രസിഡന്റായുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് K ജയപ്രകാശ് ബാബു രാജിവെച്ചതിനെ തുടർന്നാണ് KK ജനാർദ്ദനൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും K ജയപ്രകാശ് ബാബു രാജിവെച്ചിരുന്നു. തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. CPM സ്ഥാനാർത്ഥിയാണ് KK ജനാർദ്ദനൻ. ആകെ 23 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ UDF-ന് 12ഉം LDF-ന് 11 സീറ്റുമായിരുന്നു. എന്നാൽ വൈസ് പ്രസിഡന്റ് രാജിവെച്ചതോടെ സീറ്റുകൾ ഇരുപക്ഷത്തിനും 11 വീതമായി. തിരഞ്ഞെടുപ്പിന് നറുക്കെടുപ്പ് വേണ്ടിവരുമെന്ന ഘട്ടം വന്നതോടെ മുസ്ലിം ലീഗിലെ 14-ാം വാർഡ് മെമ്പർ മേലേതിൽ റഹീമിന്റെ വോട്ട് അസാധുവാകുകയായിരുന്നു. തുടർന്ന് UDF-ലെ ലുക്മാന് 10 വോട്ടും LDF-ലെ KK ജനാർദ്ദനന് 11 വോട്ട് ലഭിച്ചു. തുടർന്ന് ജനാർദ്ദനെ വിജയിയായി പ്രഖ്യാപിച്ചു. നിലവിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് KK ജനാർദ്ദനൻ. ലീഗൽ മെട്രോളജി ജില്ലാ ഓഫീസർ SP സുഷമൻ വരണാധികാരിയായാണ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PK മൈമൂന ടീച്ചർ KK ജനാർദ്ദനന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം BM ഷൗക്കത്ത്, NM കോയ മാസ്റ്റർ, അജിത നന്നാട്ടുകുളം, NP മുഹമ്മദ്, E അബ്ദുൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി B നാരായണപിള്ള നന്ദി പറഞ്ഞു.